ദി ചായ്വാല മലപ്പുറം മലബാർ FC പെരിന്തൽമണ്ണ ഈ ടൂർണമെന്റിലെ ആദ്യ മാച്ച്. കൗണ്ടി മുണ്ടമ്പറമ്പ് കാരപ്പറമ്പും ഈ ലോപ്പാക്കല്ലായി രണ്ട് ടീം. പ്രിയപ്പെട്ട കൊയിലാണ്ടി നഗരസഭ കൗൺസിലർ എ അസീസ് മാസ്റ്റർ, മോസ്കോ ക്ലബ് രക്ഷാധികാരി KV സന്തോഷ്, നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കേരളത്തിലെ അറിയപ്പെട്ട 16 ടീമുകളുടെ മാനേജേഴ്സ്, മറ്റു ഫുട്ബോൾ പ്രേമികളെയൊക്കെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെൻ്റായ കൊയിലാണ്ടി കപ്പ് സീസൺ 2 ഫിക്സർ നറുക്കെടുപ്പിലാണ് നാം എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോസ്കോ കൊയിലാണ്ടി സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമവും നാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും മോസ്കോ ക്ലബ് കൊയിലാണ്ടിയുടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ടൂർണമെൻറ്റിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് ടൂർണമെൻറ്റുകൾ പേര് കൊടുത്തുകൊണ്ടും ഒരുപാട് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടും അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടും ഒരുപാട് എക്സ്പീരിയൻസ് നേടിയ ഒരുപാട് മാനേജേഴ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഫൈവ്സിൻ്റെ റൂൾസ് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഒരു കാര്യം എല്ലാവരെയും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോഴിക്കോട് അതുപോലെ മലപ്പുറം ഭാഗങ്ങളിലുള്ള പോലെയല്ല, കൊയിലാണ്ടിയിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആകെ കൊയിലാണ്ടിയിൽ നടക്കാവുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ AKG സ്മാരകമായി നടക്കുന്ന ഒരു 7s ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മോസ്കോ കൊയിലാണ്ടി കഴിഞ്ഞ പ്രാവശ്യം സംഘടിപ്പിച്ച ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള കൊയിലാണ്ടിയിൽ അത് ആകെ നടക്കാവുന്ന ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് മലപ്പുറം കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി 3-4 കളികൾ നമ്മളവിടെ കാണാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കളികളൊക്കെ തുടങ്ങാറുള്ളത് എപ്പോഴും ഒരു 9-10 ആ ഒരു സമയത്താണ്. നമ്മൾ കമ്മിറ്റിക്ക് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടാനുള്ളത്, മുഴുവൻ ടീം മാനേജർമാരും കാരണം ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ ഉള്ളതുകൊണ്ട് തന്നെ കൊയിലാണ്ടി പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ സ്വന്തമായിട്ട് വാഹനമില്ലാത്ത ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1-2 കളിയെങ്കിലും അവർക്ക് കാണുന്ന രീതിയിൽ കളി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം കമ്മിറ്റിക്കുണ്ട്. അതിന് മുഴുവൻ മാനേജർമാരുടെ സഹകരണം ആവശ്യമാണ്. നമ്മൾ 7 മണിക്കാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പോസ്റ്ററിലൊക്കെ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും 7 മണിക്ക് തുടങ്ങാൻ കഴിയില്ല. പക്ഷേ ഒരു 8 മണിക്കെങ്കിലും നമുക്ക് എന്താക്കണം, കളി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ മുഴുവൻ മാനേജർമാരും നമ്മളോട് സഹകരിക്കണം. അത് മാത്രമേ കാര്യമായിട്ട് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളൂ. ബാക്കിയുള്ള ഫൈവ്സിൻ്റെ റൂൾസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ടൂർണമെൻറ്റുള്ള പോലെ തന്നെ 16 ടീമുകളാണ് നമ്മൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ 15+15 ആയിട്ട് 30 മിനിറ്റ്, അത് ഫൈനൽ വരെ ആ ഒരു സമയം തന്നിരിക്കും. ആ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ഉറപ്പാണ്. പിന്നെ പ്ലേയേഴ്സ് 5+3 ആണ്, 3 സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ടീമിൽ എത്ര പ്ലേയേഴ്സിനെ വരെ ബെഞ്ചിലിരുത്താം, പക്ഷേ 3 സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുകയുള്ളൂ. പിന്നെ വിദേശ താരങ്ങൾ, അത് നൈജീരിയൻസ് അല്ല, വിദേശ താരങ്ങൾ തന്നെ ഒരേ സമയം ഗ്രൗണ്ടിൽ 2 പേര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നൈജീരിയനും അതിനപ്പുറത്തൊക്കെ ഇപ്പോൾ ഇറാനും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലേയേഴ്സ് ഇന്ത്യയിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം. വിദേശ താരങ്ങൾ 2 താരങ്ങൾ മാത്രമേ ഒരേ സമയം ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം നടത്തുന്ന പോലെ തന്നെ സമനിലായി കഴിഞ്ഞാൽ പെനാൽറ്റി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ തന്നെ വിജയികളെ തിരഞ്ഞെടുക്കുന്നതാണ്. മറ്റ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ മാനേജേഴ്സിന് പങ്കുവെക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ടൂർണമെൻറ്റിൽ ഒരാളുടെ സ്പോൺസേഴ്സിൽ തന്നെ 2 ടീം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്മൾ ആദ്യമേ 2 പൂളിലേക്ക് ആക്കി ആയിരിക്കും നറുക്കെടുപ്പ് നടക്കുക. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ
പരിപാടി നിയന്ത്രിക്കുന്നതിനായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട KV സന്തോഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫുട്ബോൾ പ്രേമികൾ, കൊച്ചു കുട്ടികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കൊയിലാണ്ടി നഗരസഭാ കൗൺസിലർ അസീസ് മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ചെയർപേഴ്സൺ, ഈ വാർഡിലെ മെമ്പർ ഒക്കെ ഇവിടെ വരാനുണ്ട്. പക്ഷെ നമ്മളെ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നതാണ് നമ്മുടെ തീരുമാനം. ഇപ്പോൾ ഇവിടെ ഫിക്സർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൂടെ തന്നെ നമ്മൾ ഇഫ്താർ സംഗമം കൂടി ഇവിടെ നടത്തുന്നുണ്ട്. അതിലും എല്ലാവരും പങ്കാളിത്തം ഉണ്ടാവണം. ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ഇതിൻ്റെ ശേഷം, ഫിക്സർ പരിപാടി നടന്നതിന് ശേഷം നടത്താവുന്നതാണ്. അതുകൊണ്ട് ഫിക്സർ ഇടുന്നതിന് വേണ്ടി ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കും. പ്രിയപ്പെട്ട നാട്ടുകാർ, നമുക്കറിയാം നോമ്പ് തുറക്കാനുള്ള ഒരു സമയമായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് നമ്മളുടെ പരിപാടി കുറച്ച് സ്പീഡാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിട്ടുള്ള കൊയിലാണ്ടി കപ്പിൻ്റെ സീസൺ 2 അതിൻ്റെ ഫിക്സർ ഡ്രോ നടക്കാൻ പോവുകയാണ്. ആ പങ്കെടുക്കുന്ന ടീമുകളെ മൊത്തം ഒന്ന് വായിച്ചു തരാം. അൽസ്വാഫ് മന്തി കിണാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന ന്യൂ വിങ്സ് കാലിക്കറ്റ്, മോസ്കോ കൊയിലാണ്ടി, യോർക്ക്ഷയർ ആൻഡ് സാന്റോസ്, ടൗൺ ടീം മുണ്ടംപറമ്പ് സ്പോൺസർ ചെയ്യുന്ന FC കാരപ്പറമ്പ്, ന്യൂ ലയ സ്റ്റീൽ ആൻഡ് സിമെന്റ് സ്പോൺസേഴ്സ് എക്കോ ചാകര പൂവാട്ടുപറമ്പ്, നൂർ ജദീദ് FCN സ്പോർട്സ്, അൽമദീന ചെറിയമങ്ങാട് ആൻഡ് ലോപ്പ കല്ലായി ആൻഡ് അൽമദീന ചെറിയമങ്ങാട്, ടിബ സ്പോർട്ടിംഗ് കണ്ണൂർ, ഡിഫൻഡേഴ്സ് പാലക്കോട്ട് പറമ്പ്, യുണൈറ്റഡ് FC പറമ്പിൽ കടവ്, ഫോബിയാസ് FC കാലിക്കറ്റ്, ടൗൺ ടീം മുതുവല്ലൂർ, FC കാരപ്പറമ്പ് സ്പോൺസേഴ്സ് ചെയ്യുന്ന ടൗൺ ടീം മുണ്ടംപറമ്പ്, കുര്യൻ പറമ്പിൽ എടക്കാട് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ KTA കുവൈറ്റ്. 16ാമത്തെ ടീം ദി ചായ്വാല മലപ്പുറം മലബാർ FC പെരിന്തൽമണ്ണ. ഇത്ര 16 ടീമുകളാണ് ഉള്ളത്. ഈ 16 ടീമുകളുടെയും നറുക്ക് നമ്മൾ ഈ ബോളിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നറുക്കെടുപ്പിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് 2 പൂളായിട്ട് നമുക്ക് ആദ്യം തിരഞ്ഞെടുക്കാം. A പൂളും B പൂളും. പിന്നീട് നമുക്ക് ആ A പൂളിനെ വീണ്ടും നറുക്കെടുപ്പിലൂടെ തന്നെ ഫിക്സറാക്കി മാറ്റാം. അങ്ങനെ തന്നെ നല്ലത്. പിന്നെ ഇതിൽ നമുക്ക് വരുന്ന നേരത്തെ റൌഫ് പറഞ്ഞ മാതിരി 2 ടീമുകൾ വരുന്നത്, അത് ആ ടീം വരുന്ന സമയത്ത് A ഗ്രൂപ്പിലേക്കും B ഗ്രൂപ്പിലേക്കും നമുക്ക് മാറ്റാം. വേറെ ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫിക്സർ ഡ്രോയിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരോടും നമ്മൾ ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് പറയാണ്. കാരണം ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ് നമ്മളെ മുമ്പിലുള്ളത്. പിന്നെ നമ്മുടെ ഈ നറുക്കെടുപ്പിലൂടെ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമായിട്ടുള്ള നമ്മുടെ പിഞ്ചു താരങ്ങളാണ്. ഈ 16 ടീമിനെയും നറുക്കെടുപ്പിന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ഈ ടൂർണമെന്റിന്റെ ഫിക്സർ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത്, ആദ്യ ടോക്കൺ എടുക്കുന്നത് നമ്മളെ A ഗ്രൂപ്പിലേക്കുള്ള ടീം പോവാം. ഫോബിയാസ് FC കാലിക്കറ്റ്, കുര്യൻ പറമ്പിൽ എടക്കാട് സ്പോൺസർ കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ KTA കുവൈറ്റ്, അൽമദീന ചെറിയമങ്ങാട് ആൻഡ് ലോപ്പ കല്ലായി ഗ്രൂപ്പ് A, മോസ്കോ കൊയിലാണ്ടി B ഗ്രൂപ്പ്, അൽസ്വാഫ് മന്തി കിണാശ്ശേരി സ്പോൺസേഴ്സ് ന്യൂ വിങ്സ് കാലിക്കറ്റ് A ഗ്രൂപ്പ്,
ടിബ സ്പോർട്ടിംഗ് കണ്ണൂർ. ബി ഗ്രൂപ്പാണ്. ടൗൺ ടീം മുണ്ടംപറമ്പ് FC കാരപ്പറമ്പ്. ഡിഫൻഡേഴ്സ് പാലക്കോട്ട് പറമ്പ്. ബി ഗ്രൂപ്പ്. നോർത്ത് ഈസ്റ്റ് സ്പോർട്സ്. ഗ്രൂപ്പ് ബി ടൗൺ ടീം മുതുവല്ലൂർ. എ ഗ്രൂപ്പിൽ നിന്ന് വന്നാണ് ബി ഗ്രൂപ്പിലെത്തിയിട്ടുണ്ട്. ബി ഗ്രൂപ്പിലെ വരാം കേട്ടോ. ചായ്വാല മലപ്പുറം, മലബാർ FC പെരിന്തൽമണ്ണ. യുണൈറ്റഡ് FC പറമ്പിൽ കടവ് എ ഗ്രൂപ്പ്. ഞാൻ ഓരോ ഗ്രൂപ്പിലുള്ള ടീമിനൊന്ന് വായിച്ചുതരാം. യോർക്ക്ഷയർ ആൻഡ് സാന്റോസ്. ഇനി ഓരോ ഗ്രൂപ്പിലെ ടീമിന്റെ പേരൊന്ന് വായിച്ചുതരാം. ഓക്കെ. എ ഗ്രൂപ്പിൽ ഫോബിയാസ് FC കാലിക്കറ്റ്, അൽമദീന ചെറിയമങ്ങാട് ആൻഡ് ലോപ്പ കല്ലായി, അൽസോഫ് മന്തി കിണാശ്ശേരി, ന്യൂ വിങ്സ് കാലിക്കറ്റ്, ടൗൺ ടീം മുണ്ടംപറമ്പ് FC കാരപ്പറമ്പ്, നൂർ ജദീദ് FCN സ്പോർട്സ്, ന്യൂ ലയ സ്റ്റീൽ ആൻഡ് സിമന്റ് എക്കോ ചാകര പൂവാട്ടുപറമ്പ്, ദി ചായ്വാല മലപ്പുറം, മലബാർ FC പെരിന്തൽമണ്ണ, യുണൈറ്റഡ് FC പറമ്പിൽ കടവ്. ബി ഗ്രൂപ്പിൽ കുര്യൻ പറമ്പിൽ മോക്കോ കൊയിലാണ്ടി, ടിബ സ്പോർട്ടിംഗ് കണ്ണൂർ, ഡിഫൻഡേഴ്സ് പാലക്കോട്ട് പറമ്പ്, ടൗൺ ടീം മുതുവല്ലൂർ, ലോപ്പ കല്ലായി ആൻഡ് അൽമദീന FC കാരപ്പറമ്പ്, യോർക്ക്ഷയർ ആൻഡ് സാന്റോസ്. ഐഷ മെഹറി. നമ്മുടെ മോസ്കോ കൊയിലാണ്ടിയുടെ സലാമിന്റെ മകളാണ്. ദി ചായ്വാല മലപ്പുറം, മലബാർ FC പെരിന്തൽമണ്ണ ഈ ടൂർണമെന്റിലെ ആദ്യ മാച്ച് അഗെയിൻസ്റ്റ് ടീം യുണൈറ്റഡ് FC പറമ്പിൽ കടവ്. ദി ചായ്വാല മലപ്പുറം, മലബാർ FC പെരിന്തൽമണ്ണ. ടൂർണമെന്റിലെ മൂന്നാം മത്സരം നമ്മുടെ എ ഗ്രൂപ്പാണ്. ഫോബിയാസ് FC കാലിക്കറ്റ്, ഫോബിയാസ് FC കാലിക്കറ്റ് against team Noor Jadid FCN Sports, Noor Jadid FCN Sports. Alsaf Mandi Kinasheri sponsors New Wings Calicut against team New Laya Steel and Cement sponsored Echo Chagara പൂവാട്ടുപറമ്പ്. ഈ ടൂർണമെന്റിലെ ഏഴാം മത്സരം അൽമദീന ചെറിയമങ്ങാട് ആൻഡ് ലോപ്പ കല്ലായി. ടൗൺ ടീം മുണ്ടംപറമ്പ് സ്പോൺസേഴ്സ് FC കാരപ്പറമ്പ്. ഈ ടൂർണമെന്റിലെ ഏഴാം മത്സരം. എ ഗ്രൂപ്പ് ഫിക്സർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ബി ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ബി ഗ്രൂപ്പിലെ ആദ്യ മത്സരം, ടൂർണമെന്റിലെ രണ്ടാം മത്സരം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ടീം മാനേജേഴ്സ് ഒക്കെ എടുക്കല്ലോ. യോർക്ക്ഷയർ സാന്റോസ് ഈ ടൂർണമെന്റിലെ രണ്ടാം മത്സരം against team Kuriyan Parambal Edakad sponsored by Koilandi Taluk Association KTA Kuwait.
ഈ ടൂർണമെന്റിലെ രണ്ടാം മത്സരം യോർക്ക്ഷയർ സാന്റോസ്. കൊയിലാണ്ടി താലൂക്ക് അസോസിയേഷൻ KTA കുവൈറ്റ് സ്പോൺസർ ചെയ്യുന്ന കുര്യൻ പറമ്പിൽ എടക്കാട്. ടൂർണമെന്റിലെ നാലാം മത്സരം ടൗൺ ടീം മുതുവല്ലൂർ സ്പോൺസർ ചെയ്യുന്ന ഷാഹി FC മുതുവല്ലൂർ അഗെയിൻസ്റ്റ് ടീം മോസ്കോ കൊയിലാണ്ടി. ഈ ടൂർണമെന്റിലെ നാലാം മത്സരം മോസ്കോ കൊയിലാണ്ടി അഗെയിൻസ്റ്റ് ടൗൺ ടീം മുതുവല്ലൂർ സ്പോൺസർ ചെയ്യുന്ന ഷാഹി FC മുതുവല്ലൂർ. ഈ ടൂർണമെന്റിലെ ആറാം മത്സരം ടിബ സ്പോർട്ടിംഗ് കണ്ണൂർ അഗെയിൻസ്റ്റ് ടീം FC കാരപ്പറമ്പ് സ്പോൺസേഡ് ടൗൺ ടീം മുണ്ടംപറമ്പ്. ഈ ടൂർണമെന്റിലെ ആറാം മത്സരം FC കാരപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന ടൗൺ ടീം മുണ്ടംപറമ്പ് ടിബ സ്പോർട്ടിംഗ് കണ്ണൂർ. കൊയിലാണ്ടി കപ്പ് സീസൺ 2 ഈ ടൂർണമെന്റിലെ അവസാന പ്രീ ക്വാർട്ടർ മത്സരം ലോപ്പ കല്ലായി ആൻഡ് അൽമദീന ചെറിയമങ്ങാട് അഗെയിൻസ്റ്റ് ടീം ഡിഫൻഡേഴ്സ് പാലക്കോട്ട് പറമ്പ്. ഓക്കെ, റെഡി അല്ലേ?